നമുക്ക് എപ്പോഴും മധുരപലഹാരങ്ങളോട് ക്രേവിങ്സ് തോന്നാറുണ്ട് അല്ലേ? ഐസ്ക്രീം ആയിരിക്കാം, ചോക്ലേറ്റ് ആയിരിക്കാം. പക്ഷെ എപ്പോഴെങ്കിലും ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട്സിനോട് നിങ്ങൾക്ക് ക്രേവിങ്സ് തോന്നിയിട്ടുണ്ടോ? രണ്ടും മധുരം തന്നെയല്ലേ? ഐസ്ക്രീം ആണെങ്കിലും മധുരമാണ്, ഫ്രൂട്ട്സ് ആണെങ്കിലും മധുരമാണ്. പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് ഹെൽത്തി ഫുഡിനോട് ക്രേവിങ്സ് തോന്നാറില്ല. നമുക്ക് എപ്പോഴും ജങ്ക് ഫുഡിനോടാണ് ക്രേവിങ്സ് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇതിന് പിന്നിലുള്ള ചുരുളഴിയാത്ത രഹസ്യം നമുക്കൊന്ന് നോക്കിയാലോ? ഐ എം ഡോക്ടർ ഇൻല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, വടശ്ശേരിക്കര, പത്തനംതിട്ട. നമുക്ക് ഈ ക്രേവിങ്സ് തോന്നാനായിട്ടുള്ള മെയിൻ റീസൺ നമ്മുടെ ബ്രെയിൻ ആണ്. നമ്മൾ എപ്പോഴെങ്കിലും മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ആകും. ഈ ഡോപ്പാമിൻ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് ഹോർമോൺ ആണ്. അതായത് ഈ ഒരു ഹോർമോൺ റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമൊക്കെ തോന്നും, ഒരു ആശ്വാസമൊക്കെ തോന്നും, അങ്ങനെ ഒരു പ്ലഷർ തോന്നുന്ന ഒരു ഹോർമോൺ ആണ് ഈ ഡോപ്പാമിൻ. ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ ഈ മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടില്ലേ? ഈ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമുക്കൊരു റിവാർഡാണത്. ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയായി, നമുക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ വീണ്ടും വീണ്ടും കിട്ടാനായിട്ട് ആഗ്രഹിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലും സംഭവിക്കുന്നത്. ഡോപ്പാമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ ബ്രെയിൻ അത് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് ഈ ക്രേവിങ്സ് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ്, ഡീഹൈഡ്രേഷൻ, ഈ ഒരുപാട് സ്ട്രെസ് ഉള്ള ടൈമിലാണെങ്കിൽ ഈ ക്രേവിങ്സ് വളരെയധികം കൂടുകയും ചെയ്യും. ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രഗ്സ് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണോ ട്രിഗർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്നത്. ഇനി ഈ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെ എങ്ങനെ പ്രവർത്തിക്കുന്നേ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ പലഹാരങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടും. സാധാരണ നമുക്ക് ഈ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് തലകറക്കം വരും, ക്ഷീണം തോന്നും, എനർജി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ മധുരപലഹാരങ്ങൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വേഗത്തിൽ തന്നെ നമ്മുടെ ബ്ലഡിൽ അബ്സോർബ് ആവുകയും ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുകയും ഇൻസുലിൻ വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നോർമലി ബാക്കിയുള്ള ഭക്ഷണത്തിനേക്കാളും സ്പീഡപ്പ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി കിട്ടിയ പോലെയാണ് നമുക്ക് തോന്നുക. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് എനർജി കുറയുകയും ചെയ്യും കേട്ടോ. ആ ബ്ലഡ് ഷുഗർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡൗൺ ആയിട്ട് വരികയും ചെയ്യും. എന്നാൽ ദീർഘകാലം നമ്മൾ ഈ ഷുഗർ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആകാൻ തുടങ്ങും. ഇൻസുലിൻ വളരെയധികം പ്രൊഡ്യൂസ് ആയി തുടങ്ങും. ഈവൻ നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ആക്നെ പോലത്തെ പ്രശ്നങ്ങൾ, ഏജിങ് പ്രോസസ്സ് വളരെയധികം ഫാസ്റ്റ് ആക്കുകയും ചെയ്യും. ദീർഘനാൾ കഴിയുമ്പോൾ നമുക്ക് ഡയബറ്റീസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയും ചെയ്യും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ട് നമുക്ക് ഹെൽത്തി ഫുഡിനോട് ക്രേവിങ്സ് തോന്നുന്നില്ല, ജങ്ക് ഫുഡിനോട് ക്രേവിങ്സ് തോന്നുന്നു? ഫസ്റ്റത്തെ കാര്യം, ഹെൽത്തി ഫുഡിൽ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറും അതോടൊപ്പം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തെ അബ്സോർബ് ആകുന്നത്, അതായത് ലയിച്ച് ചേരുന്നത് വളരെ പയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്രേവിങ്സ് കാര്യങ്ങളൊന്നും തോന്നില്ല. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൈജഷനും വളരെ പയ്യാണ് ഇത് നടക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ ബ്രെയിനിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒരുപാട് മധുരം ഉണ്ടാകും, എരിവുണ്ടാകും, പുളി ഉണ്ടാകും, അങ്ങനെ ഒരുപാട് സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ബ്രെയിനിന് ഓവർ സ്റ്റിമുലേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തേത്, മാർക്കറ്റിംഗ് ട്രിക്സ്. അതായത് എപ്പോഴും ജങ്ക് ഫുഡ് വരുന്ന പാക്കറ്റുകളാണെങ്കിലും വളരെ നിറമുള്ളതായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ ആഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നമുക്ക് തന്നെ അതൊന്ന് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിക്കും. അതേസമയം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നോർമലി അത്രത്തോളം ഒരു അട്രാക്റ്റീവ് അല്ല, അതിനെ പറ്റിയിട്ട് ആഡ് ഒന്നും പോകുന്നില്ല. അത് വരുന്ന രീതിയാണെങ്കിലും നോർമലി നമ്മൾ മാർക്കറ്റുകളിലൊക്കെ ശ്രദ്ധിക്കാറില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നാറില്ല അല്ലെ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും ജങ്ക് ഫുഡിനോട് ക്രേവിങ്സ് തോന്നുന്നതും ഹെൽത്തി ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ മധുരപലഹാരങ്ങളോടുള്ള ക്രേവിങ്സ് തടയാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം? അതിന് ആദ്യം തന്നെ ചെറിയൊരു പണി നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ മധുരപലഹാരങ്ങൾക്ക് പകരം അത് നാച്ചുറൽ ഷുഗറുമായിട്ട് റീപ്ലേസ് ചെയ്യുക. നമുക്ക് നാച്ചുറൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഡേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ജങ്ക് ഫുഡ് രീതിയിലോട്ട് പോകുന്നതിനേക്കാളും ആദ്യം നാച്ചുറൽ ആയിട്ടുള്ള മധുരമുള്ള പലഹാരങ്ങൾ വെച്ച് തന്നെ, മധുരമുള്ള ഭക്ഷണങ്ങൾ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, സ്റ്റേ ഹൈഡ്രേറ്റഡ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. പലപ്പോഴും നമുക്ക് ഹങ്കർ, ഓവർ ഈറ്റിംഗ്, നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിനെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ
നിങ്ങളുടെ ഭക്ഷണ രീതി ശ്രദ്ധിക്കുക. പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ ആയി തന്നെ കൊണ്ടുപോകാനായിട്ടും സാധിക്കും. പിന്നെയുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക. മാക്സിമം നിങ്ങൾക്കുള്ള സ്ട്രെസ്സ്, ടെൻഷൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ക്രേവിങ്സ് നല്ലപോലെ തടയാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് മാക്സിമം ഫ്രൂട്ട്സ് പോലത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്യുക. നമുക്ക് ആദ്യം ഷുഗർ കട്ട് ഡൗൺ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ക്രേവിങ്സിന്റെ പ്രശ്നമൊക്കെ ആദ്യം ഉണ്ടാവുമെങ്കിലും അതിനുശേഷം നമ്മുടെ ബോഡി അതിനായിട്ട് അഡാപ്റ്റ് ആകുമ്പോൾ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ കൃത്യമായിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ക്രേവിങ്സ് കിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ്.